ഹേ ഗൈസ്, ഞാനിന്ന് ഭയങ്കര വലിയൊരു കാര്യം പറയാനാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. ഞാനിപ്പോൾ ഒരു ഫോറിൻ കൺട്രിയിലുള്ള, അപ്പോൾ ബാക്കി എല്ലാ കൺട്രീസിലും നമ്മൾ ഭാഷ അറിയാത്തവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ, ഇപ്പം ഞാനൊരു റഷ്യക്കാരൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ റഷ്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ഇട്ടിട്ടാണ് സംസാരിക്കുക. ഞാനിപ്പോൾ ഒരു പോളണ്ടിലാണെങ്കിൽ, ഞാനിപ്പോൾ പോളണ്ടിലാണ് കറൻറ്റ്ലി, സോ ഞാൻ പോളിഷ് ഭാഷയിലാണ് ട്രാൻസ്ലേറ്റ് ഇട്ടിട്ട് സംസാരിക്കാറ്. പക്ഷേ ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പോൾ ഇവരപ്പം തന്നെ ഇന്ത്യ എന്ന് പറഞ്ഞെടുക്കുന്നത് ഹിന്ദി ലാംഗ്വേജാണ്. എനിക്കൊരു ഐഡിയ ഇല്ലാത്ത ഹിന്ദി ലാംഗ്വേജ്. എനിക്കറിയില്ല ഇതെന്തുകൊണ്ടാണ്. പണ്ട് ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടിയിട്ട് ഒരു ഒറ്റ കൺട്രി ആയിട്ട് ഒരുമിച്ച് നിന്നതിലപ്പുറം ഭാഷകൾ വ്യത്യാസം, കൾച്ചേഴ്സ് വ്യത്യാസം, പിന്നെ ഇപ്പോഴും എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ഇത് ഭയങ്കര എന്താ പറയുക, ഞാനിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവർക്ക് എൻ്റെ ഭാഷ അറിയില്ല, ബട്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്നെ കേൾപ്പിക്കുന്നത് ഹിന്ദിയാണ്. എന്നിട്ട് പറയുക എനിക്ക് ഇത് ഭാഷ അറിയില്ല എന്ന് പറയുമ്പോൾ അവരെന്നോട് ചോദിക്കുക നീ ഒരു ഇന്ത്യക്കാരനാണോ? ബട്ട് ദ ഫക്ക്, ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്, പക്ഷെ ഞാൻ ഒരു മലയാളിയാണ്, എനിക്ക് മലയാളം അറിയുള്ളൂ എന്നും പറഞ്ഞ് ഇന്ത്യ എന്ന് പറഞ്ഞടിച്ചു കൊടുക്കുമ്പോൾ ഹിന്ദിയാണ് വരുന്നത്. അപ്പം നമ്മളെന്താണ്, മനുഷ്യന്മാരല്ലേ? ഈ ശത്രു ആൾക്കാരെ അകറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഒരു കൺട്രി ആയിട്ട് നിന്നു. നമ്മളൊക്കെ ഒരു യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് നിൽക്കണമെങ്കിൽ കുഴപ്പമില്ല. ലൈക്ക് യൂറോപ്പ്, വ്യത്യസ്തമായ 28 കൺട്രീസ് കൂടിയിട്ട് യൂറോപ്പ് ആവുന്നത്. അതുപോലെ ഒരു യൂണിയൻ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതൊരു ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്ന ഹിന്ദി. അപ്പം എന്നിട്ട് എന്നോട് ചോദിക്കാം നീ ഒരു ഇന്ത്യൻ ആണോ എന്ന്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്, ഹൗ ഇറ്റ് വിൽ ബി ഫീലിംഗ്. ഇതിനെന്തെങ്കിലും ഒരു ചേഞ്ച് ഇനി വരുമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഈ ഇടയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന 2 മിനിറ്റ് മുമ്പ് ഞാനിത് അനുഭവിച്ചു. അതാണ് നിങ്ങളോട് ഞാനിത് പറഞ്ഞത്. സോ ബൈ ഗൈസ്, സീ യു.